സമ്മർ പാച്ച് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കിൻഡർ ചോക്ലേറ്റിൻ്റെ ഒരു കവറാണ് എടുത്തേക്കണേ. അതിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 പേപ്പർ 8 ഇതായിട്ട് ഇങ്ങനെ ബോക്സ് രീതിയിൽ കട്ട് ചെയ്യണം. അപ്പം ഞാനിവിടെ ഡെക്കറേഷന് വേണ്ടി വാഷി ടേപ്പ് ഇങ്ങനെ അതിൻ്റെ മേളിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സർക്കിൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഗ്ലൂ എടുക്കണം. നിങ്ങൾക്ക് ഫെവിക്വിക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ഗ്ലൂ സ്റ്റിക്കാണ് യൂസ് ചെയ്യണേ. അപ്പോൾ ഇതിങ്ങനെ വെക്കണം. അതിന് ശേഷം എന്തെങ്കിലും കട്ടിയുള്ള ഇത് ഇങ്ങനെ വെക്കണം അതിൻ്റെ മേളിൽ. ഞാനപ്പോൾ ഇത് ഇങ്ങനെ വെക്കുക. ഇനി നമുക്ക് വേണ്ടത് ഞാനിതുപോലെ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിനിങ്ങനെ കളർ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഓറഞ്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ ബ്ലൂ വെച്ചിട്ടുണ്ട്, പിന്നെ പിങ്കും വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് അറേഞ്ച് ചെയ്യട്ടെ. ബ്ലൂ പിങ്ക് പിങ്ക് അപ്പം ഞാനിവിടെ പിങ്ക് വെച്ചിട്ടുണ്ട്, ഓറഞ്ച് വെച്ചിട്ടുണ്ട്, ഞാൻ ബ്ലൂവും വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിങ്ങനെ വേണമെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു സർക്കിൾ കട്ട് ചെയ്യാതെ വെക്കാം. പക്ഷെ ഞാനിവിടെ സർക്കിൾ കട്ട് ചെയ്യാതെ സ്ട്രെയിറ്റാണ് വെച്ചിട്ടുള്ളത്. എനിക്കിഷ്ടമുള്ള രീതിയിൽ വയ്ക്കാം. ഞാൻ ഇതിനും ഗ്ലൂ ഒട്ടിക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ടേപ്പ് വെച്ചൊക്കെ കവർ ചെയ്യാം. ഞാനിവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ വേണമെങ്കിൽ കുറച്ച് നേരം പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിൽക്കും. ഇനി ഇവിടെയും ഗ്ലൂ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതും അതുപോലെ സെയിം ഇതിൽ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിങ്കും അതുപോലെ സെയിം രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഉണങ്ങട്ടെ. നമുക്ക് അപ്പോൾ ഇതിൻ്റെ കവർ ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഞാൻ കവർ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഗ്രിഡ് പെൻസിൽ വെച്ച് വരച്ചിട്ടുണ്ട്. അപ്പം ഞാനിവിടെ മൊത്തം ഗ്ലൂ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ അതിൻ്റെ മേലിങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം ഞാനിവിടെ ഒരു വാഷി ടേപ്പ് എടുക്കുക. ഞാനിവിടെ ഈ ഫ്ലവറിൻ്റെ വാഷി ടേപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വാഷി ടേപ്സ് എടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ ഈ സൈഡ് കാണാതിരിക്കാൻ വേണ്ടി ആ സൈഡിലും ഒന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ സ്റ്റിക്കേഴ്സ് വെക്കാം. ഞാൻ പക്ഷെ ഇവിടെ ഇതാ യൂസ് ചെയ്തിട്ടുള്ള. ഇനി നമുക്ക് സ്റ്റിക്കേഴ്സ് എടുക്കാം. ഞാനിവിടെ സ്റ്റിക്കേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പം എനിക്കിഷ്ടപ്പെട്ട ഒരു സ്റ്റിക്കർ ഞാൻ നോക്കുവാണ്. എനിക്ക് ഈ സ്റ്റിക്കർ ഇഷ്ടപ്പെട്ടു. ഈ സ്റ്റിക്കർ നല്ല. അപ്പം ഞാൻ ഈ സ്റ്റിക്കർ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു കുപ്പി പോലെ ഉണ്ട്, ഇതുപോലത്തുള്ള സാധനം.
ഞാനിവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഗ്ലൂ വെച്ച സാധനം നമുക്ക് ആദ്യം ഗ്ലൂ തേച്ച് വെച്ചതൊക്കെ ഒന്നോടെ ഒന്ന് നോക്കാൻ സെറ്റാണ്. ഇതായി. അതുകൊണ്ട് നമുക്കിതിങ്ങനെ പ്ലേസ് ചെയ്യാം. പ്ലേസ് ചെയ്യാൻ വേണ്ടി ഇതിങ്ങനെ ഗ്ലൂ ഇങ്ങനെ ഞാൻ ഉദ്ദേശിച്ച ഇങ്ങനെ വെക്കാനാ. ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് പേസ്റ്റൽ കളേഴ്സ് വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. പേസ്റ്റലോ ഡാർക്കോ. ഇത് നമുക്ക് ഒന്നെങ്കിൽ ബുക്ക് മാർക്സ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വല്ലോ നോട്ട് ഒക്കെ റൈറ്റ് ചെയ്യുമ്പോൾ യൂസ്ഫുൾ ആവും. ഇപ്പം ഞാനിവിടെ പിങ്ക് ഒട്ടിക്കുക. പിങ്ക് ഒട്ടിച്ച് നമുക്ക് ഒന്നുകൂടെ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഇപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റിക്കേഴ്സ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുഞ്ഞ് സ്റ്റാറിൻ്റെ സ്റ്റിക്കേഴ്സ് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് വയ്ക്കാം. ഇങ്ങനെ എനിക്ക് ഈ സ്റ്റിക്കേഴ്സ് ഈ വാഷി ടേപ്സിൻ്റെ കൂടെ കിട്ടിയതാണ്.